ഓക്കെ. അല്ല, എന്തോ കേട്ടില്ല. അതൊന്നും നമുക്കിപ്പോ തൽക്കാലത്തേക്ക് ഈ സിലബസിനകത്ത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. സിലബസിനകത്ത് അങ്ങനെയില്ല. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കിപ്പോ നമ്മളതില് ഇപ്പൊ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ നല്ല പോസ്റ്റാണ്. ഇപ്പം കഴിഞ്ഞതിൽ 33 അടുപ്പിച്ച് അഡ്വൈസ് പോയ സാധനമാണ്. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടുന്ന സംഭവമാണ്. 100 മാർക്കിന് വളരെയധികം കുറച്ച് നമുക്ക് പഠിക്കാനുള്ളൂ. നമ്മുടെ ആ ഒരു വെൽഡറിന്റെ കോഴ്സ് എന്ന് അറിയപ്പെടുന്ന 1 ഇയർ കോഴ്സാണ് അല്ലെ. 1 ഇയർ കോഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഒരു ടെക്സ്റ്റേ നമുക്ക് പഠിക്കാനുള്ളൂ. നമ്മുടെ ഇപ്പം 2022 സിലബസ് പ്രകാരം, അതായത് NSQF ലെവൽ 3 ആണെന്ന് തോന്നുന്നു. ലെവൽ 3യുടെ ആ ടെക്സ്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരെണ്ണം പഠിച്ചാൽ മതി. അതേസമയം നമുക്ക് 2018 ആ ഒരു ഇതാണെങ്കിൽ ലെവൽ ഫോറിന്റെ ആ ഒരു ടെക്സ്റ്റ് ആണെങ്കിൽ 2 എണ്ണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റിലുള്ള സാധനം തന്നെ ഈ 2 ടെക്സ്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 2 ടെക്സ്റ്റിലിരിക്കുന്ന ഈ സാധനം 2018 സിലബസ് പ്രകാരമാണ് നമ്മുടെ ആ ഒരു PSCയുടെ സിലബസ് അങ്ങനെ അങ്ങ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഈ 2018 ടെക്സ്റ്റ് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം നമുക്ക് ആ ഒരു കറക്റ്റ് ഓർഡർ കിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു കറക്റ്റ് ഓർഡർ കിട്ടും. ഇപ്പൊ ടെക്സ്റ്റ് എന്തായാലും ഫോളോ ചെയ്യണം. ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മൾ ക്ലാസ്സിലും പറയുന്നത്. അതിനപ്പുറത്തേക്ക് വേറെ ഒരു കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പൊ നോക്കാം. നമുക്ക് ഒന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ മൊഡ്യൂൾ വൈസ് തന്നെ പോവാം. നമുക്ക് ഒന്നാമത്തെ മൊഡ്യൂൾ, രണ്ടാമത്തെ മൊഡ്യൂൾ, മൂന്നാമത്തെ മൊഡ്യൂൾ, നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞ രീതിയിൽ 10 മൊഡ്യൂൾ ഉണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ഓരോ മൊഡ്യൂൾ വൈസ് അങ്ങനെ അങ്ങ് ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും എപ്പോഴും ബെസ്റ്റ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതും പറയാൻ ഉദ്ദേശിക്കുന്നതും ഒന്നാമത്തെ മൊഡ്യൂൾ, ഫസ്റ്റ് മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ കേട്ടോ. നോക്കാം, ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. അപ്പൊ മൊഡ്യൂൾ 1 എടുക്കുകയാണെങ്കിൽ ഹാൻഡ് ടൂൾസ് അല്ലെ. നമ്മൾ ഏതൊരു എക്സാം എടുത്താലും, ഒരു ITI ലെവൽ ഏതൊരു എക്സാം എടുത്താലും ഹാൻഡ് ടൂൾസ് എന്ന് പറഞ്ഞ സാധനം കാണും എപ്പോഴും. ഒരു ഹാൻഡ് ടൂൾസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫിറ്റർ ഷോപ്പിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് ആ സാധനങ്ങളെ കുറിച്ച് എന്തായാലും കാണും. അതിനകത്ത് ആദ്യമേ പറയുന്ന സാധനം സ്റ്റീൽ റൂൾ ആണ്. പിന്നെ സ്ക്രൈബർ, പഞ്ചസ്, ഹാമർ, വൈസ്, ചിസൽ, ക്ലാമ്പ്, ഹാക്സോ, ഫ്രെയിം, ബ്ലേഡ്, ഫയൽ. 3 മാർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പം കഴിഞ്ഞ ഈ ഇടയ്ക്ക് കഴിഞ്ഞിരിക്കുന്ന ആ ഒരു ട്രേഡ്സ്മാൻ വെൽഡറിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന 3 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള, അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള സാധനം. കാരണം നിമിയിൽ എന്താണോ ഒരു സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്, നിമി ടെക്സ്റ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നിമി ടെക്സ്റ്റിൽ എന്ത് സെന്റൻസ് ആണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് വേറൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് വെറുതെ സ്റ്റീൽ റൂൾ എന്ന് പറഞ്ഞ സാധനം മാത്രം പറയുന്നു. പെട്ടെന്ന് പറയുന്നു, പെട്ടെന്ന് തീർക്കുന്നു. 30 മിനിറ്റ്സ്, അതിൽ കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ. കഥ പോലെ കേൾക്കുക. ഓക്കെ, സ്റ്റീൽ റൂൾ ഇത് കാണാൻ വ്യക്തത ഉണ്ടല്ലോ, വലിയ കുഴപ്പമില്ലല്ലോ. പറയും ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റീൽ റൂൾ പഠിക്കുന്നതിന് മുന്നേ ടെക്സ്റ്റിനകത്ത് ചെറുതായിട്ട് കുറച്ചുകൂടെ വേറൊരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ലെങ്ത് മെഷർമെന്റ്? അപ്പൊ സ്റ്റീൽ റൂൾ എന്ന് പറഞ്ഞ സാധനം നമ്മൾ എന്തിനാ മെഷർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സാധാരണ സ്റ്റീൽ റൂൾ പോലെ, അല്ലെങ്കിൽ റൂൾ എന്ന് പറഞ്ഞ സംഗതി നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. റൂൾ, സ്കെയിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ കേട്ടുള്ള സാധനം നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ലെങ്ത്തിന്റെ മെഷർമെന്റ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ലെങ്ത്തിന്റെ സംഗതി എന്താണ്, ലെങ്ത് മെഷർമെന്റ് എന്നുള്ള സാധനമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വെൻ വി മെഷർ ആൻ ഒബ്ജക്ട്, ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾ മെഷർ ചെയ്യുന്ന സമയത്ത് വി ആർ ആക്ച്വലി കമ്പയറിംഗ് ഇറ്റ് വിത്ത് എ നോൺ സ്റ്റാൻഡേർഡ് ഓഫ് മെഷർമെന്റ്. ആരാടാ അത് വരുന്നത്? രഞ്ജിത്ത്, നമസ്കാരം. അപ്പൊ ലെങ്ത് മെഷർമെന്റ് ആണ് കേട്ടത് കേട്ടോ. ലെങ്ത് മെഷർമെന്റ് എന്താ പറയുന്നത് നോക്കാം. വെൻ വി മെഷർ ആൻ ഒബ്ജക്ട്, ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾ മെഷർ ചെയ്യുന്ന സമയത്ത് വി ആർ ആക്ച്വലി കമ്പയറിംഗ് ഇറ്റ് വിത്ത് എ നോൺ സ്റ്റാൻഡേർഡ് ഓഫ് മെഷർമെന്റ്. ഒരു നോൺ സ്റ്റാൻഡേർഡ്, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുന്ന ഒരു നോൺ സ്റ്റാൻഡേർഡ് ഓഫ് മെഷർമെന്റ് വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു സാധനമായിട്ട് നമ്മൾ ലെങ്ത് മെഷർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, കേട്ടില്ല? ഇന്ന് വെൽഡറ. അല്ല, നമ്മുടെ ഇപ്പം സിലബസ് പ്രകാരം മൊഡ്യൂൾ 1 ഹാൻഡ് ടൂൾസ് ആണ്. ഹാൻഡ് ടൂൾസിനകത്ത് സ്റ്റീൽ റൂള്, സ്ക്രൈബർ, പഞ്ചസ്, ഹാമർ, വൈസ്, ചിസൽ, ക്ലാമ്പ്, ഹാക്സോ, ഫ്രെയിം, ബ്ലേഡ്, ഫയൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് 3 മാർക്കിനാണ്. അപ്പൊ അതിനകത്ത് ആദ്യം വരുന്ന സ്റ്റീൽ റൂൾ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് കേട്ടോ. സ്റ്റീൽ റൂൾ. അപ്പൊ നമുക്ക് ഈ ഓരോ മോഡ്യൂളായിട്ട് അങ്ങ് തീർത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഥ പോലെയൊക്കെ കുറെയൊക്കെ പറഞ്ഞ് അതുപോലെ ഒരു 10,000 ക്വസ്റ്റ്യൻ എങ്കിലും അടുപ്പിച്ച്. കേട്ടില്ല? ക്ലാമ്പ് എന്ന് പറഞ്ഞാൽ വൈസിന്റെ ക്ലാമ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് മാത്രം നമ്മൾ പഠിക്കാതുള്ളൂ. അതെ, തീർച്ചയായിട്ടും. വൈസിന്റെ ക്ലാമ്പ്, അതിനകത്ത് വേറെ ഒന്നുമില്ല, ടെക്സ്റ്റിനകത്ത് ഒന്നുമില്ല, ചുമ്മാ എഴുതിക്കുന്നതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒന്നുമില്ല, അത്ര തന്നെ. ടെക്സ്റ്റിനകത്ത് അത്ര തന്നെ, വേറെ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ നോക്കാം. അപ്പോൾ ലെങ്ത് മെഷർമെന്റ് എന്നറിയപ്പെടുന്ന ഒരു നോൺ ഒബ്ജക്റ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് മെഷർമെന്റ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ കമ്പയർ ചെയ്യുന്നതെന്ന് പറയും. അതിനായിരിക്കും ലെങ്ത് മെഷർമെന്റ് എന്ന് പറയുന്നത്. നോക്കാം, ദ ബേസ് യൂണിറ്റ് ഓഫ് ലെങ്ത്, ഓരോന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ് കേട്ടോ. ദ ബേസ് യൂണിറ്റ് ഓഫ് ലെങ്ത് ആസ് പെർ SI യൂണിറ്റ് പ്രകാരം ബേസ് യൂണിറ്റ് എന്നറിയപ്പെടുന്നത് മീറ്റർ ആണ്. അപ്പൊ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക, പഠിച്ചു വെച്ചിരിക്കുക. എന്താണ് SI യൂണിറ്റ് പ്രകാരം നമ്മുടെ ബേസ് യൂണിറ്റ് എന്നറിയപ്പെടുന്നത് മീറ്റർ ആണ്. ഇനി ഇതിന്റെ കൂടെ തന്നെ ഞാൻ അഡീഷണൽ ആയിട്ട് പറയുന്ന സംഭവം ഓൺ എഞ്ചിനീയറിംഗ് സ്റ്റാൻഡേർഡ്. എന്താണ് എഞ്ചിനീയറിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മുടെ ലെങ്ത്തിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ, ലെങ്ത്തിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഉപയോഗിക്കുന്നത്?
ഉപയോഗിക്കുന്നത് മില്ലിമീറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. എഞ്ചിനീയറിംഗ് സ്റ്റാൻഡേർഡിൽ എന്താ ഉപയോഗിക്കുന്നത്? മില്ലിമീറ്റർ ആയിരിക്കും. ബേസ് യൂണിറ്റ് ഓഫ് ലെങ്ത് എന്നറിയപ്പെടുന്ന ആസ് പെർ SI യൂണിറ്റ് അല്ലെ, സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ പ്രകാരം ഇത് മീറ്റർ ആണെങ്കിൽ എഞ്ചിനീയറിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരം ഇത് മില്ലിമീറ്റർ ആയിരിക്കും. ഇനി അടുത്ത പറയുന്ന സംഗതി ബേസ് യൂണിറ്റ് എന്നാണ്. ബേസ് യൂണിറ്റ് ഓഫ് ലെങ്ത് ആസ് പെർ ദ സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ ഇസ് മീറ്റർ. അത് നമ്മളിപ്പോൾ പറഞ്ഞ സാധനമാണ്. ദ ടേബിൾ ഗിവൺ ബിലോ സം ഓഫ് ദ മൾട്ടിപ്പിൾ ഓഫ് മീറ്റർ. മീറ്ററിന്റെ മൾട്ടിപ്പിളും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഇതെല്ലാം നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു മാർക്ക് കളയാൻ വേണ്ടിയിട്ടില്ല. നോക്കാം. മീറ്റർ അല്ലെ, നമുക്ക് എന്താണ് മീറ്റർ എന്നറിയാം. നമുക്ക് നോർമലി അറിയാനുള്ള സംഭവമാണ്. ഒരു മീറ്റർ എന്നറിയപ്പെടുന്നത് 1000 mm ചേരുമ്പോഴായിരിക്കും ഒരു മീറ്റർ, അറിയാനുള്ള കാര്യം. അതുപോലെ ഒരു സെന്റിമീറ്റർ എന്നറിയപ്പെടുന്നത് എത്രയായിരിക്കും? 10 mm ചേരുമ്പോഴായിരിക്കും ഒരു സെന്റിമീറ്റർ. അല്ലെങ്കിൽ എത്രയായിരിക്കും? ഓക്കെ, 10 mm ചേരുമ്പോഴായിരിക്കും ഒരു സെന്റിമീറ്റർ. അവിടെ ഇരിക്കട്ടെ, 10 mm ചേരുമ്പോഴായിരിക്കും ഒരു സെന്റിമീറ്റർ. അതുപോലെ തന്നെ അടുത്ത ഒരു മില്ലിമീറ്റർ എന്ന് പറയുന്ന സാധനം, അടുത്ത ഒരു യൂണിറ്റ് പറയുന്നത് മൈക്രോൺ അല്ലെങ്കിൽ മൈക്രോമീറ്റർ എന്ന് പറയും. മൈക്രോമീറ്റർ എന്ന് പറയുന്ന സാധനം 1000 മൈക്രോൺ അല്ലെങ്കിൽ 1000 മൈക്രോമീറ്ററുകൾ ചേരുമ്പോഴായിരിക്കും ഒരു മില്ലിമീറ്റർ ഉണ്ടാകും. ഇതിനെ നേരെ തിരിക്കുന്നു എന്ന് വെച്ചോ. ഇതിനെ നേരെ തിരിക്കുന്ന സമയത്ത് 1000 അപ്പുറത്തോട്ട് പോകുന്ന സമയത്ത് 1/1000 ആവും. അപ്പൊ 10⁻³ എന്നാവും. അപ്പൊ എത്രയായിരിക്കും? ഒരു മൈക്രോൺ എന്ന് പറഞ്ഞ സാധനം അല്ലെ, ഒരു മൈക്രോൺ അല്ലെങ്കിൽ ഒരു മൈക്രോമീറ്റർ എന്ന് പറഞ്ഞ സാധനം എത്ര കിട്ടും? 0.001 mm എന്ന് കിട്ടും കേട്ടോ. ഒരു 0.001 mm എന്ന് കിട്ടും. ഒരു മൈക്രോമീറ്റർ എന്നറിയപ്പെടുന്നത് 0.001 mm എന്ന് കിട്ടും. അപ്പൊ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതെന്തോ ഈ റീസെന്റ് ആയിട്ട് ഏതൊക്കെ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു മൈക്രോമീറ്റർ എന്ന സാധനം നമ്മൾ കാണും കേട്ടോ. നമ്മളതിൽ ക്വസ്റ്റൻ ഉണ്ട്. ആ ക്വസ്റ്റനിൽ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഇത്രയും കാര്യങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കുക. മീറ്റർ എന്താണ്, സെന്റിമീറ്റർ എന്താണ്, മില്ലിമീറ്റർ എന്താണ്, മൈക്രോമീറ്റർ എന്താണ്. ഓക്കെ. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത നമ്മൾ പഠിക്കുന്നത് മെഷർമെന്റ് ഇൻ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ്. എഞ്ചിനീയറിംഗ് പ്രാക്ടീസിൽ ഇദ്ദേഹത്തിന്റെ മെഷർമെന്റ് എങ്ങനെയാണ്? യൂഷ്വലി ഇൻ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് ദ പ്രിഫേർഡ് യൂണിറ്റ് ഓഫ് ലെങ്ത് മെഷർമെന്റ് ഇസ് മില്ലിമീറ്റർ. അപ്പൊ ഫിഗർ 1 കാണിക്കുന്ന സംഗതി എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ ആ ഒരു മെഷർമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും? അല്ലെ, 1 mm എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ കാൽക്കുലേഷനിലെല്ലാം എടുക്കുന്നത്. നമ്മൾ ഡ്രോയിങ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് ദ മെഷർമെന്റ് ആർ ടേക്കൺ ഇൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡ്രോയിങ് ഷീറ്റിൽ ഏറ്റവും താഴെ എഴുതിയിട്ടുണ്ട് അല്ലേ. അത് നമ്മൾ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് അല്ലേ. അപ്പൊ എഞ്ചിനീയറിംഗിലെ ഡ്രോയിങ്ങിൽ നമ്മൾ അങ്ങനെയാണ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എപ്പോഴും മില്ലിമീറ്റർ ആയിരിക്കും. അപ്പോൾ ലാർജ് ആൻഡ് സ്മോൾ ഡയമെൻഷൻ ആർ സ്റ്റേറ്റഡ് ഇൻ മില്ലിമീറ്റർ. അതായത് വലിയ ക്വാണ്ടിറ്റി നിങ്ങൾ എടുത്താലും ശരി തന്നെ, ചെറിയ ക്വാണ്ടിറ്റി എടുത്താലും ശരി തന്നെ, എഞ്ചിനീയറിംഗ് സ്റ്റാൻഡേർഡിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും എപ്പോഴും mm ലായിരിക്കും. ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇനി അടുത്ത് പറയുന്നത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് അല്ലെ. ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് ലെങ്ത് മെഷർമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആൾട്ടർനേറ്റീവ് സിസ്റ്റം ഓഫ് ലെങ്ത് മെഷർമെന്റ് ഈസ് ദ ബ്രിട്ടീഷ് സിസ്റ്റം. ബ്രിട്ടീഷ് സിസ്റ്റം ആണ് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് സിസ്റ്റം. ഇൻ ദ സിസ്റ്റം ദ ബേസിക് യൂണിറ്റ് ഈസ് ഇംപീരിയൽ സ്റ്റാൻഡേർഡ് യാർഡ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ബ്രിട്ടീഷ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ, ബ്രിട്ടീഷ് സിസ്റ്റം UK ഗവൺമെന്റ് അല്ലെങ്കിൽ UK ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഇതിലായിരിക്കും ബ്രിട്ടീഷ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിന്റെ സ്റ്റാൻഡേർഡ് ആയിരിക്കും ബ്രിട്ടീഷ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ബ്രിട്ടീഷ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുന്ന സംഗതിയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ബേസ് യൂണിറ്റ് അറിയപ്പെടുന്നത്, നമ്മുടെ സാധാരണ ബേസ് യൂണിറ്റ് അല്ലെങ്കിൽ SI യൂണിറ്റിൽ നമ്മൾ മീറ്റർ പറയുന്ന സ്ഥലത്ത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇംപീരിയൽ സ്റ്റാൻഡേർഡ് യാർഡ് എന്നോ അല്ലെങ്കിൽ വെറുതെ യാർഡ് എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നത്. മോസ്റ്റ് കൺട്രീസ് ഇൻക്ലൂഡിംഗ് ഗ്രേറ്റ് ബ്രിട്ടൻ ഇറ്റ്സെൽഫ് ഹാവ് ഹവർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് സ്വിച്ച്ഡ് ടു SI യൂണിറ്റ്. അതായത് ഇപ്പോഴിരിക്കുന്ന ഒരു ഇപ്പോഴത്തെ സിസ്റ്റം പ്രകാരം ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? SI യൂണിറ്റ് ആയിരിക്കും മോസ്റ്റ് കോമൺലി ഉപയോഗിച്ചത്. പണ്ട് കാലങ്ങളിൽ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡിൽ ഈ ഒരു യാർഡൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചോദിക്കട്ടെ, കുറച്ച് ക്വസ്റ്റ്യനുകൾ ചോദിക്കട്ടെ. 1 ഇഞ്ച് എത്ര mm ചേരുമ്പോഴായിരിക്കും 1 ഇഞ്ച് ഉണ്ടാകുന്നത്? 1 ഇഞ്ച് എന്നറിയപ്പെടുന്നത് 1 ഇഞ്ച് എന്നല്ലേ, 1 ഇഞ്ച് എന്നറിയപ്പെടുന്നത് എത്ര mm ചേരുമ്പോഴായിരിക്കും? ഓർമ്മയുണ്ടോ? 1 ഇഞ്ച് എത്ര mm ആണ്? എത്ര mm ചേരുമ്പോഴായിരിക്കും 1 ഇഞ്ച്? അത്രേ ഉള്ളൂ കേട്ടോ. 25.4 mm ചേരുമ്പോഴായിരിക്കും 1 ഇഞ്ച് എന്ന് പറഞ്ഞ സാധനം. 1 ഇഞ്ച് എന്ന് പറയാം 25.4. എന്നെ കാണാൻ പഠിക്കുക കേട്ടോ. 25.4 mm ചേരുമ്പോഴായിരിക്കും 1 ഇഞ്ച്. ഓക്കെ. ഇനി അതിന്റെ ബാക്കി കാര്യങ്ങൾ പിന്നെ നമുക്ക് നോക്കാം. ഓക്കെ. ഇനി നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് ആ സ്റ്റീൽ റൂളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. നമ്മൾ അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് അത് കൂടെ പറഞ്ഞതേ ഉള്ളൂ. കാരണം അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യനുകൾ വരാം. അതുകൊണ്ട് അതും കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നോക്കാം നമുക്ക് ഓരോ കാര്യങ്ങൾ. സ്റ്റീൽ റൂൾ എന്താണെന്ന് അപ്പോൾ നോക്കുക. എഞ്ചിനീയർ സ്റ്റീൽ റൂൾ എന്നതിനാണ് പറയുന്നത് ഈസ് യൂസ് ടു മെഷർ ദ ഡയമെൻഷൻ ഓഫ് വർക്ക് പീസ്. വർക്ക് പീസിന്റെ ഡയമെൻഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും സ്റ്റീൽ റൂൾ ഉപയോഗിക്കുന്നത്. വർക്ക് പീസിന്റെ എന്ത് ഡയമെൻഷൻ ആയിരിക്കും? ലെങ്ത് ആയിരിക്കാം, ബ്രെഡ്ത്ത് ആയിരിക്കും അല്ലെ. അങ്ങനെയുള്ള എന്ത് മെഷർമെന്റ് നിങ്ങൾക്ക് സാധാരണയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ഇതാക്കുന്നത്? സ്റ്റീൽ റൂൾ എന്ന് പറഞ്ഞ സംഗതി ഉപയോഗിക്കുന്നത്. ഓക്കെ. സ്റ്റീൽ റൂളിന്റെ ഫിഗറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള സംഗതി ആയിരിക്കും ഈ ഒരു സ്റ്റീൽ റൂൾ എന്ന് പറഞ്ഞ സാധനം. കുഞ്ഞിലെ എവിടെ വർക്ക്ഷോപ്പിലൊക്കെ കണ്ടിട്ടുള്ള സംഗതിയാണ് ഈ സ്റ്റീൽ റൂൾ. നോക്കിയേ, സ്റ്റീൽ റൂൾ ആർ മെയ്ഡ് ഓഫ്. നോക്കിയേ, സ്റ്റീൽ റൂളുകൾ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ പഠിച്ചു വയ്ക്കുക. സ്പ്രിംഗ് സ്റ്റീൽ, അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ SSഉം, അതുപോലെ തന്നെ സ്പ്രിങ്ങിന്റെ സ്റ്റീലും കൊണ്ടായിരിക്കും എന്തുണ്ടാക്കിയിരിക്കുന്നത്? നമ്മുടെ സ്റ്റീൽ റൂളുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കിക്കോ, ദീസ് റൂൾസ് ആർ അവൈലബിൾ ഇൻ ലെങ്ത്. അപ്പം ഇത് സാധാരണ രീതിയിൽ സ്റ്റീൽ റൂളുകൾ അവൈലബിൾ ആകുന്ന ലെങ്ത്തുകൾ പഠിച്ചു വയ്ക്കുക.
പഠിച്ചു വെച്ചിരിക്കുക. എത്രയായിരിക്കും? 150 mm അവൈലബിൾ ആയിരിക്കും, 150 mm അവൈലബിൾ ആയിരിക്കും, 300 mm അവൈലബിൾ ആയിരിക്കും, 600 mm അവൈലബിൾ ആയിരിക്കും കേട്ടോ. സാധാരണ ഒരു ഇതിലെ സ്റ്റീൽ റൂളിന്റെ സിസ്റ്റം പ്രകാരം നമ്മൾ പറയുന്നത് 150, 300, 600 എന്നാണ്. ഇനി ഇതിന്റെ തന്നെ വേറെ ഒരു വാല്യൂസും കൂടെ പഠിക്കാനുണ്ട്. അത് ടെക്സ്റ്റിൽ തന്നെ മറ്റൊരു രീതിയിൽ എഴുതിയിട്ടുണ്ട്, നമ്മൾ വായിക്കും കേട്ടോ. 150, 300, 600 mm നമുക്ക് സ്റ്റീൽ റൂളുകൾ അവൈലബിൾ ആണ്. ഇനി അതുപോലെ അടുത്ത പറയുന്നത് റീഡിംഗ് ആക്യുറസി, അതായത് ഇതുകൊണ്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂവിനായിരിക്കും അദ്ദേഹത്തിന്റെ ആക്യുറസി അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ റീഡിംഗ് ആക്യുറസി പറയുന്നത് എത്രയായിരിക്കും? 0.5 mm എന്നോ അല്ലെങ്കിൽ ഇതിനെ ഇഞ്ചിന്റെ സ്റ്റാൻഡേർഡിൽ പറയുന്നത് 1/64 ഇഞ്ചിലായിരിക്കും പറയുന്നത്. അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, 0.5 mm 1/64 ഇഞ്ച്. അപ്പോൾ വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. സ്റ്റീൽ റൂൾ ഉണ്ട്, സ്റ്റീൽ റൂൾ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ സ്പ്രിംഗ് സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ. മോസ്റ്റ് കോമൺലി സ്റ്റീൽ റൂളുകൾ അവൈലബിൾ ആകുന്ന ലെങ്തുകൾ 150, 300, 600. പഠിക്കാൻ എളുപ്പമല്ലേ? 150 മാത്രം പഠിച്ചെങ്കിൽ അതിന്റെ ഇരട്ടി, 300ന്റെ ഇരട്ടി 600 എന്നുള്ള രീതിയിൽ പഠിച്ചു വയ്ക്കുക. 150, 300, 600. ഇനി അതുപോലെ തന്നെ ഇത് അവൈലബിൾ ആകുന്ന ലീസ്റ്റ് കൗണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആക്യുറസി, റീഡിംഗ് ആക്യുറസി. ലീസ്റ്റ് കൗണ്ട് എന്ന് പഠിക്കേണ്ട, റീഡിംഗ് ആക്യുറസി എന്നുള്ള രീതിയിൽ പഠിക്കുക. റീഡിംഗ് ആക്യുറസി എന്ന് അറിയപ്പെടുന്ന എത്രയായിരിക്കും? 0.5 mm അല്ലെങ്കിൽ 1/64 ഇഞ്ച് കേട്ടോ. 1/64 ഇഞ്ചിലായിരിക്കും അവൈലബിൾ, അല്ലെങ്കിൽ എന്തായിരിക്കും? 0.5 mm എന്നുള്ള രീതിയിലായിരിക്കും ഇത് അവൈലബിൾ ആവുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, നോക്കുക. ഇനി അതിനുശേഷം അതിന്റെ കൂടെ പറയുന്നത് ഫോർ ആക്യുറേറ്റ് റീഡിംഗ്, നമുക്ക് ഇതിന് ആക്യുറേറ്റ് റീഡിങ്ങിന് വേണ്ടിയിട്ട് ടു റീഡ് വെർട്ടിക്കലി കേട്ടോ. ഇത് എപ്പോഴും ഏത് ഇതിലാണ് നമുക്ക് ഇതാക്കേണ്ടത്? വെർട്ടിക്കലി നിങ്ങൾ ഇതിനെ നോക്കണം, വെർട്ടിക്കലി തന്നെ നോക്കണം. അതായത് ഹൊറിസോണ്ടലി നോക്കരുത്, വെർട്ടിക്കലി തന്നെ നോക്കണം അല്ലെ. വെർട്ടിക്കലി നിങ്ങൾ നോക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് പാരലാക്സ് എറർ എന്ന് പറഞ്ഞ സാധനം അല്ലെ, അവോയ്ഡ് എറേഴ്സ് അറൗണ്ടിങ് ദ പാരലാക്സ്. നിങ്ങൾ നോക്കുന്ന ആ ഒരു സൈറ്റില്ലേ, അതായത് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് നോക്കിയാൽ മാത്രമേ ഈ ഒരു എറർ വരാതെ നോക്കാൻ വേണ്ടി പറ്റൂ. അതെങ്ങനെ നോക്കണം? വെർട്ടിക്കലി തന്നെ നോക്കണം. പഠിച്ചു വെക്കുക കേട്ടോ, വെർട്ടിക്കലി തന്നെ നോക്കണം. എങ്കിൽ മാത്രമേ പാരലാക്സ് എറർ എന്ന് പറഞ്ഞ സംഗതി നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇനി അതുപോലെ തന്നെ അതേ സാധനം സ്റ്റീൽ റൂൾ ഇൻ ഇംഗ്ലീഷ് മെഷർ. ഇംഗ്ലീഷ് മെഷർ എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ മെഷർ ഉണ്ടെങ്കിൽ ആ ഇംഗ്ലീഷ് മെഷർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മെഷർ എന്ന് പറഞ്ഞ സംഗതിയിലാണെങ്കിൽ ദേ കൻ ഓൾസോ ബി ഫർണിഷ്ഡ് വിത്ത് മെട്രിക് ആൻഡ് ഇംഗ്ലീഷ് ഗ്രാജുവേഷൻസ് ഉണ്ട്. അതായത് ഇംഗ്ലീഷ് ഗ്രാജുവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇഞ്ചിന്റെ വരുന്ന ഗ്രാജുവേഷൻ ആണ്, ഇഞ്ച് വരുന്ന ഗ്രാജുവേഷനാണ് ഇംഗ്ലീഷ് ഗ്രാജുവേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു ഇതില് അങ്ങനെ ഒരു കംപ്ലീറ്റ് റേഞ്ചിലാണ് നമുക്ക് എന്ത് വരുന്നത്? ആ ഒരു സ്റ്റീൽ റൂൾ വരുന്നതെങ്കിൽ അതിന്റെ റേഞ്ച് എന്നറിയപ്പെടുന്ന വ്യത്യാസമായിരിക്കും. നമ്മൾ സാധാരണ ഒന്നും പറയുന്നില്ല, അതിനകത്ത് സെപ്പറേറ്റ് സ്റ്റീൽ റൂളിനെ കുറിച്ച് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് ആണോ അല്ലെങ്കിൽ SI സ്റ്റാൻഡേർഡ് ആണോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന മെട്രിക് സ്റ്റാൻഡേർഡ്, മെട്രിക് എന്നാണ് പറയുന്നത്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിന് മെട്രിക് സ്റ്റാൻഡേർഡ് എന്ന് പറയും. മെട്രിക് സ്റ്റാൻഡേർഡ് എന്ന് മാത്രം അല്ലെങ്കിൽ ഒന്നും പറയുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം മെട്രിക് സ്റ്റാൻഡേർഡ് എന്നാണ്. ഇനി സപ്പോസ് ചിലപ്പോൾ ചോദിക്കുകയാണ് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് എന്ന് പറയുകയാണെങ്കിൽ അത് ഇത്തിരി വ്യത്യാസമുണ്ട്. അവിടെ 150 ഉണ്ട്, 300 ഉണ്ട്, എക്സ്ട്രാ ആയിട്ട് എന്തൊക്കെയുണ്ട്? ഒരു 500ഉം 1000 ഉണ്ട്, പകരം 600 ഇല്ല എന്ന് പഠിച്ചു വയ്ക്കുക. എങ്ങനെയാണ് പറയുന്നത്? 150 ഉണ്ട്, 300 ഉണ്ട്, 500 ഉണ്ട്, 1000 mm ഉണ്ട്. ലെങ്ത്തിന്റെ കേസാണ് പറയുന്നത് കേട്ടോ. വെറുതെ സ്റ്റീൽ റൂള് എത്ര ലെങ്ത്തിൽ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പഠിക്കുക. എന്തൊക്കെയായിരിക്കും? 150ലുണ്ട്, 300ലുണ്ട്, 600ലുണ്ട്. ആരെങ്കിലും പോയിട്ട് വന്നതാണ്? 150, 300, 600 mm അല്ലെ. 150, 300, 600 mm ഇത്രയിൽ അവൈലബിൾ ആണ്. അതേസമയം ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടെങ്കിൽ അതിൽ അവൈലബിൾ ആയിരിക്കുന്നത് 150, 300, 500 ആൻഡ് 1000 കേട്ടോ. ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്നത് 500ഉം 1000 കൂടെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വരും. 600 എന്ന സാധനം ഇല്ല. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? പോയോ? എല്ലാവരും പോയോ? ഓക്കെ, ശരി ശരി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം അതർ ടൈപ്പ് ഓഫ് റൂൾ. കണ്ട, ഇതാണ് നമുക്ക് ഇനി വേണ്ട സാധനം. കാരണം ഇതിൽ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് കൺഫ്യൂഷൻ കാര്യങ്ങൾ ചോദിക്കുന്നത്. നമ്മൾക്ക് ഓക്കെ തെറ്റാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതർ ടൈപ്പ് ഓഫ് റൂൾ, നമ്മൾ സാധാരണ സ്റ്റീൽ റൂളൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിന്റെ മറ്റ് ടൈപ്പ് സ്റ്റീൽ റൂളെ കുറിച്ച് നമുക്ക് ഒരു അറിവ് കാണത്തില്ല. അപ്പൊ നമ്മൾ അത് പഠിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് സ്റ്റീൽ റൂളിനെ പറഞ്ഞത് നാരോ ടൈപ്പ് സ്റ്റീൽ റൂൾ. അപ്പം അതർ ടൈപ്പ് ഓഫ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടൈപ്പ് ഉണ്ട്? 3 ടൈപ്പ് ഓഫ് സ്റ്റീൽ റൂളുകളായിരിക്കും നമുക്ക് മോസ്റ്റ് കോമൺലി അവൈലബിൾ ആയിരിക്കുന്നത്. ഒന്നാമത് പറയുന്നത് നാരോ ടൈപ്പ് സ്റ്റീൽ റൂൾ എന്ന്, രണ്ടാമത് പറയുന്നത് ഷോർട്ട് സ്റ്റീൽ റൂൾ എന്ന്, മൂന്നാമത് പറയുന്നത് ഫുൾ ഫ്ലെക്സിബിൾ സ്റ്റീൽ റൂൾ വിത്ത് ടേപ്പേർഡ്. 3 ടൈപ്പ് ഓഫ് സ്റ്റീൽ റൂളുകളാണ് അവൈലബിൾ ആവുന്നത്. നാരോ ടൈപ്പ് സ്റ്റീൽ റൂൾ ഉണ്ട്, രണ്ടാമത് പറയുന്നത് ഷോർട്ട് ടൈപ്പ് ഓഫ് സ്റ്റീൽ റൂൾ ഉണ്ട്, മൂന്നാമത് പറയുന്നത് ഫുൾ ഫ്ലെക്സിബിൾ സ്റ്റീൽ റൂൾ വിത്ത് ടേപ്പേർഡ് ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള 3 ടൈപ്പ് ഓഫ് സ്റ്റീൽ റൂളുകൾ അവൈലബിൾ ആണ്. നോക്കാം, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നോക്കിയേ, നമ്മൾ ആദ്യം നമ്മൾ പഠിക്കുന്ന സംഗതി നാരോ ടൈപ്പ് സ്റ്റീൽ റൂൾ എന്നാണ്. നാരോ ടൈപ്പ് സ്റ്റീൽ റൂൾ നോക്കി, നാരോ സ്റ്റീൽ റൂൾ യൂസ്ഡ് ടു മെഷർ ദ ഡെപ്ത് ഓഫ് കീ വേസ് അല്ലെ. എന്തിനാ ഉപയോഗിക്കുന്നത്? നാരോ ടൈപ്പ് ഓഫ് സ്റ്റീൽ റൂളുകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട്
ഡെപ്ത് ഓഫ് കീവേകളുടെ ഡെപ്തുകൾ, അതുപോലെ തന്നെ ചെറിയ ഡയമീറ്റർ, സ്മോളർ ഡയമീറ്റർ, അതുപോലെ തന്നെ ബ്ലൈൻഡ് ഹോളുകൾ. ബ്ലൈൻഡ് ഹോൾ ഉണ്ട്, ത്രൂ ഹോൾ ഉണ്ട്. അതായത് ഒരു ഹോള്, ഒരു പർട്ടിക്കുലർ ഷാഫ്റ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ ഷാഫ്റ്റിനകത്ത് ചെറിയൊരു ഹോൾ ഉണ്ടെന്ന് വെച്ചോ, അത് ത്രൂ ആയിട്ട് അങ്ങേ അറ്റം വരെ പോവുകയാണെങ്കിൽ അതിനെ ത്രൂ ഹോൾ എന്ന് പറയും. അതേസമയം അതേ ഷാഫ്റ്റിനകത്ത് ഇവിടം വരെ മാത്രമേ ഹോൾ ഉള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടം വരെ മാത്രമേ ഇതുള്ളൂ കേട്ടോ. നമ്മുടെ പെന്നിന്റെ ക്യാപ്പ് ഒക്കെ എടുക്കുന്നത് ചിലപ്പോൾ നമുക്ക് എന്ത് പറയാം, പെന്നിന്റെ ക്യാപ്പ് ഒക്കെ എടുക്കുന്നില്ലേ, പെന്നിന്റെ ക്യാപ്പ് ഒക്കെ നമുക്ക് ഒരിക്കലും ത്രൂ ഹോൾ അല്ല അല്ലെ, ബ്ലൈൻഡ് ഹോൾ ആണ്. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വെച്ച് നിൽക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങേ അറ്റം വരെ പോയിട്ട് നിൽക്കുകയാണ്. ചില പെന്നിന്റെ ഹോളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങേ അറ്റം വരെ എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പം അങ്ങേ അറ്റം ചിലപ്പോൾ ഹോൾ കാണുന്നുണ്ട്. അപ്പം ചുമ്മാ ഒരു എക്സാമ്പിൾ ആയിട്ട് ചുമ്മാ എടുക്കുകയാണെങ്കിൽ അതിനായിരിക്കും നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്, ബ്ലൈൻഡ് ഹോൾ എന്ന് എടുക്കുന്നത്. മറ്റേ സാധനത്തിന് ത്രൂ ഹോൾ എന്ന് പറയും. ത്രൂ ആയിട്ട് ഹോൾ ഉള്ളതിനെ ത്രൂ ഹോൾ എന്നും, അതേസമയം ഒരു പർട്ടിക്കുലർ ഡെപ്തിലോട്ട് മാത്രമേ എന്തുള്ളൂ, ആ ഒരു ഹോൾ വരുന്നുള്ളൂ എങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ബ്ലൈൻഡ് ഹോൾ ആയിരിക്കും. ആ ബ്ലൈൻഡ് ഹോളിന്റെ ഡെപ്ത് മെഷർ ചെയ്യണമെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നത് നാരോ ആയിരിക്കും. അതുപോലെ തന്നെ ഏതോ ഒരു ഷാഫ്റ്റും ഹബ്ബും എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ടെങ്കിൽ അവിടെ ചെറിയൊരു കീവേ ഉണ്ടെന്ന് വെച്ചോ, ഒരു കീ ഇടണമെങ്കിൽ, ഒരു ആപ്പ് വെക്കണമെങ്കിൽ ആ ആപ്പിനായിരിക്കും നമ്മൾ കീ എന്നൊക്കെ പറയാം. അതെ 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 അതെ. അത് നമ്മള് കുറച്ച് ദിവസം നമ്മൾ നോക്കാതിരിക്കുമ്പോൾ പണി പാളും. അതെ അതെ. പുതുതായിട്ട് കേൾക്കുന്നുണ്ട്. ആ, അതെ. ഓക്കെ. അപ്പം നമുക്ക് ഡെപ്ത് ഓഫ് കീവേഴ്സ്, ഡെപ്ത് ഓഫ് സ്മാളർ ഡയമീറ്റർ, ചെറിയ ഡയമീറ്ററിന്റെ ഡെപ്തുകൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ബ്ലൈൻഡ് ഹോൾസ്, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ചെറിയ ചെറിയ വർക്കുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് സ്റ്റീൽ റൂൾ എന്ന് പറഞ്ഞ പേരായിരിക്കും നാരോ ടൈപ്പ് ഓഫ് സ്റ്റീൽ റൂൾ. അപ്പം ആ നാരോ ടൈപ്പ് ഓഫ് സ്റ്റീൽ റൂൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞിരുന്ന ആ ഒരു നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീൽ റൂൾ ഇല്ലേ, അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റാത്ത സ്ഥലങ്ങളിലായിരിക്കും നാരോ ഉപയോഗിക്കുന്നത്. എന്നൂടെ പറയാം, നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ച നോർമൽ ടൈപ്പ് ഓഫ് സ്റ്റീൽ റൂളുകൾ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നതായിരിക്കും നാരോ ടൈപ്പ് ഓഫ് സ്റ്റീൽ റൂൾ. അതാണ് വേർ ദ ഓർഡിനറി സ്റ്റീൽ റൂൾ കനോട്ട് റീച്ച് എന്നറിയപ്പെടുന്നത്. അതായത് നമുക്ക് ഓർഡിനറി ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും അത് റീച്ച് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരു സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും നാരോ ടൈപ്പ് എന്നറിയപ്പെടുന്നത്. ഇനി നാരോ സ്റ്റീൽ റൂൾ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വിഡ്ത്ത് എന്നറിയപ്പെടുന്നത്, അദ്ദേഹത്തിന് ഒരു വിഡ്ത്ത് കാണും അല്ലെ, ആ വിഡ്ത്ത് എന്നറിയപ്പെടുന്ന അപ്രോക്സിമേറ്റ്ലി 5 mm. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്, വിഡ്ത്ത് അപ്രോക്സിമേറ്റ്ലി 5 mm. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു തിക്നെസ് ഉണ്ട്, തിക്നെസ് അപ്രോക്സിമേറ്റ്ലി 2 mm. കാണാതെ തന്നെ പഠിച്ചു വെച്ചിരിക്കുക, ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, ഇതെല്ലാം ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്, ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. വിഡ്ത്ത് എന്നറിയപ്പെടുന്നത് 5 mm, തിക്നെസ് എന്നറിയപ്പെടുന്നത് 2 mm. നോക്കാം, നമുക്ക് ഇതിന്റെ ഫിഗർ 3 ആണ് നമ്മൾ കാണിക്കുന്നത് അല്ലെ. ഫിഗർ 3 എന്ന് പറഞ്ഞ സംഗതി ആയിരിക്കും നമ്മുടെ നാരോ സ്റ്റീൽ റൂൾ. എന്തോ ഒരു പണിയുണ്ടല്ലോ, എവിടെയോ എന്തോ നോക്കാം. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കുക നാരോ സ്റ്റീൽ റൂൾ എന്ന് പറഞ്ഞ സംഗതി ഇതാണെന്ന് ഉള്ള കേസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഈ ഒരു നാരോ സ്റ്റീൽ റൂൾ എവിടെ ഉപയോഗിക്കുന്നുണ്ട്, എന്തിനാണ് ഉപയോഗിക്കുന്നത്, രണ്ട് അറിഞ്ഞിരിക്കുക. ഇനി അതിനുശേഷം അടുത്ത നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും ഷോർട്ട് ടൈപ്പ് ഓഫ് സ്റ്റീൽ റൂൾ. ഷോർട്ട് ടൈപ്പ് ഓഫ്, നാരോയും ഷോർട്ടും ഉണ്ട്, ഷോർട്ട് ടൈപ്പ് ഓഫ് സ്റ്റീൽ റൂൾ ആണ് അടുത്ത പഠിക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിന്റെ പ്രത്യേകത അറിയപ്പെടുന്ന ഷോർട്ട് ടൈപ്പ് ഓഫ് സ്റ്റീൽ റൂൾ എടുക്കുകയാണെങ്കിൽ അത് ഒരെണ്ണം അല്ല അവൈലബിൾ ആയിരിക്കുന്നത്, ഒരു സെറ്റ് ആയിരിക്കും. ഒരെണ്ണം അല്ല അവൈലബിൾ ആയിരിക്കുന്ന, ഒരു പർട്ടിക്കുലർ സെറ്റ് ആയിട്ടായിരിക്കും അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ. ഷോർട്ട് സ്റ്റീൽ റൂൾ എന്നുള്ള സാധനം ഒരു സെറ്റ് ആയിരിക്കും. എത്ര സെറ്റ് ആയിരിക്കും? ദിസ് ഇസ് എ സെറ്റ് ഓഫ് 5 സ്മോൾ റൂൾസ് കേട്ടോ. അതായത് 5 ചെറിയ ചെറിയ എന്ത് ചെയ്യുന്നുണ്ട്, ആ റൂളുകളായിരിക്കും ഉള്ളത്. അടക്കണുണ്ടോ, 1 2 3 4 5 എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന ടൈപ്പ് ഓഫ് ഇതിനെയായിരിക്കും നമ്മൾ ഷോർട്ട് സ്റ്റീൽ റൂൾ എന്ന് അറിയപ്പെടുന്നത്, ഷോർട്ട് ടൈപ്പ് എന്ന് അറിയപ്പെടുന്നത്. നോക്കാം, ഇത് എന്ത് ചെയ്യാം, 5 സ്മോൾ റൂൾസ് ആണ്. അത് കുഞ്ഞു കുഞ്ഞിരിക്കുന്ന ആ ഒരു റൂൾ ആയിരിക്കും. അത് റൂളിന് മാത്രം നമുക്ക് കൈ കൊണ്ട് നമുക്ക് പച്ചയ്ക്ക് അങ്ങനെ പിടിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹോൾഡറും കൂടെ കാണും കേട്ടോ. അത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോൾഡറും കൂടെ കാണും. ഇവിടെ ഒരു നോബ് പോലെ കാണും. ആ നോബിന്റെ അറ്റത്ത് ഈ ഒരു ഹോൾഡറിനെ നിങ്ങൾക്ക് കയറ്റി വെക്കാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ഓഫ് സ്റ്റീൽ റൂളിനായിരിക്കും ഷോർട്ട് ടൈപ്പ് ഓഫ് സ്റ്റീൽ റൂൾ എന്ന് അറിയിപ്പിക്കുന്നത്. എവിടെയാണ് ഉപയോഗിക്കുന്നത്? എക്സ്ട്രീംലി യൂസ്ഫുൾ ഫോർ മെഷർമെന്റ് ഇൻ കൺഫൈൻഡ് ഓർ ഹാർഡ് ടു റീച്ച് ലൊക്കേഷൻ. അതായത് സാധാരണ ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കൈ കൊണ്ട് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റാത്ത ഒരു സ്ഥലം ഉണ്ടെന്ന് വെച്ചോ, ആ ഒരു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? ഷോർട്ട് ടൈപ്പ് ഓഫ് സ്റ്റീൽ റൂൾ. നോക്കി, അത് തന്നെ പഠിച്ചു വയ്ക്കുക. അത് തന്നെ ആയിരിക്കും നമ്മുടെ കീവേഡ്, നമ്മുടെ ക്വസ്റ്റ്യന്റെ കീവേഡ് ഇത് തന്നെ ആയിരിക്കും കേട്ടോ. കൺഫൈൻഡ് ഓർ ഹാർഡ് ടു റീച്ച് ലൊക്കേഷൻ വിച്ച് പ്രിവെന്റ് ദ യൂസ് ഓഫ് ഓർഡിനറി സ്റ്റീൽ റൂൾ. ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. നോക്കുക, ഇറ്റ് ഈസ് യൂസ്ഡ് സ്യൂട്ടബിൾ ടു മെഷർ ദ ഗ്രൂവ്. എന്തിനാ ഉപയോഗിക്കുന്നത്? ഗ്രൂവുകൾ മെഷർ ചെയ്യാൻ. ഷോർട്ട് ഷോൾഡർ, റിസസ്, കീവേ ഉണ്ടോ? ഇതിന്റെ സെന്റൻസ് നോക്കണം. തൊട്ട് മുന്നേ നമ്മൾ നാരോയിൽ പഠിച്ച സെന്റൻസ് വ്യത്യാസമാണ് അല്ലെ. ചെറിയ ഡയമീറ്റർ ജോബുകൾ, കീവേകൾ, അതുപോലെ ബ്ലൈൻഡ് ഹോളുകൾ, അങ്ങനെയാണ് അവിടെ പഠിച്ചത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയായിരിക്കും? നമുക്ക് ഹാർഡ് ടു റീച്ച് ലൊക്കേഷനിൽ നമുക്ക് ഇതാക്കാം. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഗ്രൂവുകൾ അല്ലെ, കുഞ്ഞു കുഞ്ഞു ഗ്രൂവുകൾ ഉണ്ടെങ്കിൽ ആ ഗ്രൂവുകളിലേക്ക്. അതുപോലെ ഷോർട്ട് ഷോൾഡറുകൾ അല്ലെ, ഗ്രൂവ് പോലെ തന്നെ മറ്റൊരു ഒരു ഭാഗം വരുന്നതായിരിക്കും ഷോൾഡർ എന്നറിയപ്പെടുന്നത് അല്ലെ. ഷോൾഡറുകൾ, ഗ്രൂവുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ ഇതിൽ ഒരു വർക്ക് പീസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത്
ഇങ്ങനെ ഷോൾഡറുകളും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഗ്രൂവുകളായിട്ടൊക്കെ വരികയാണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് നമുക്ക് മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഷോർട്ട് സ്റ്റീൽ റൂളുകൾ ഉപയോഗിക്കുന്നത്. റിസസുകൾ, കീവേകൾ, അതിലല്ല കീവേയുടെ മറ്റൊരു സംഗതിയാണ് ഈ റിസസ് എന്നറിയപ്പെടുന്നത്. ഒരു ചെറിയൊരു ഇങ്ങനെ ഒരു എൻലാർജ്മെന്റ് വരുന്ന ഒരു സാധനമായിരിക്കും വരുന്നത് കേട്ടോ. റിസസും കീവേ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള ഒരു സംഗതിയായിരിക്കും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഷോർട്ട് സ്റ്റീൽ റൂൾ. അപ്പൊ രണ്ടെണ്ണത്തിന്റെ കീവേഡുകൾ ഓർമ്മിച്ച് വെക്കുക. ദ മെഷീനിങ് ഓപ്പറേഷൻ. ഇനി അതുപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് നമ്മൾ മെഷീൻ ഷോപ്പ് വർക്കുകൾ അല്ലെ, ടൂൾ നമുക്ക് ആ ഒരു മെഷീൻ ടൂൾ വർക്കുകൾ, ഇപ്പൊ ടൂൾ ആൻഡ് ഡൈ വർക്കുകൾക്ക്, അതുപോലെ തന്നെ ഷേപ്പർ, മില്ലർ, അങ്ങനെയുള്ള മില്ലിങ്ങിന്റെ ഓപ്പറേഷൻസ്, ഷേപ്പിംഗ് ഓപ്പറേഷൻസിലൊക്കെ നമ്മൾ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് സ്റ്റീൽ റൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് സ്റ്റീൽ റൂൾ ആണ്. അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ഷോർട്ട് സ്റ്റീൽ റൂൾ എവിടെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് നമ്മൾ എങ്ങനെ പഠിക്കാം? ഷോർട്ട് സ്റ്റീൽ റൂളിന്റെ എസ് എന്തുമായിട്ട് ഇതാക്കാം? നമ്മുടെ ആ ഒരു മെഷീൻ ഷോപ്പിന്റെ എസ്സുമായിട്ട് നമുക്ക് വേണമെങ്കിൽ കയറ്റാം കേട്ടോ. മെഷീൻ ഷോപ്പിന്റെ എസ്സുമായിട്ട് നമുക്ക് ഒന്ന് റിലേറ്റ് ചെയ്ത് വേണമെങ്കിൽ പഠിക്കാം. ഇതിന്റെ എസ് മറ്റേ എസ്സുമായിട്ട് നമുക്ക് അതുമായിട്ട് അങ്ങനെ രണ്ടും കൂടെ റിലേറ്റ് ചെയ്ത് വേണമെങ്കിൽ പഠിക്കാം. ഇത് എവിടെ ഉപയോഗിക്കുന്നുണ്ട്? നമുക്ക് ആ ഒരു മെഷീന്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ മെഷീൻ ഷോപ്പ് വർക്കുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. മില്ലറുകൾ, ടൂൾ ആൻഡ് ഡൈ വർക്കുകൾ, ഷേപ്പറുകൾക്കൊക്കെ നമുക്ക് സാധാരണയായിട്ട് ഷോർട്ട് സ്റ്റീൽ റൂളുകൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അറിഞ്ഞിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്, കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് സെറ്റ് എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉള്ള സാധനമായിരിക്കും ഈ ഒരു സെറ്റ് കേട്ടോ. 5 എണ്ണമുള്ള സംഗതിയായിരിക്കും ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞ സാധനം. നോക്കാം, ഇനി നോക്കാം. ഇതിന്റെ കൂടെ തന്നെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്ന സാധനം, ദ റൂൾസ് ആർ ഈസിലി ഇൻസേർട്ടഡ് ഇൻ ദ സ്ലോട്ടഡ് എൻഡ് ഓഫ് ദ ഹോൾഡർ. അപ്പൊ നോക്കാം, ഒരു ഹോൾഡർ ഉണ്ട് അല്ലെ, ഇതാണ് ഇദ്ദേഹത്തിന്റെ ഹോൾഡർ എന്നറിയപ്പെടുന്നത്. ഇതാണ് നമ്മുടെ ഹോൾഡർ എന്ന് പറഞ്ഞ സാധനം. ഈ ഹോൾഡറിനകത്ത് ഇങ്ങനെ ഒരു സ്ലോട്ട് കാണും. ഈ ഹോൾഡറിനകത്ത് ഇങ്ങനെ ഒരു വര പോലെ ഒരു സ്ലോട്ട് കാണും. ഈ സ്ലോട്ടിനകത്തായിരിക്കും ഈ ഒരു കുറ്റീനെ പിടിച്ച് കയറ്റുന്നത്. ഈ ഒരു സാധനമായിരിക്കും നമ്മുടെ ഷോർട്ട് സ്റ്റീൽ റൂൾ എന്ന് പറഞ്ഞ സാധനം. ഇതായിരിക്കും ഇതിനെ പിടിച്ച് ഇതിനകത്തോട്ടും കയറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഹോൾഡർ ആൻഡ് റിജിഡ്ലി ക്ലാംപ്ഡ് ഇൻ പ്ലേസ് ബൈ എ സ്ലേറ്റ് ടേൺ ഓഫ് ദ നൾഡ് നെറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഹാൻഡിൽ. ഹാൻഡിലിന്റെ അറ്റത്തിരിക്കുന്ന ഒരു നൾഡ് നെറ്റിന്റെ ഹെൽപ്പോടുകൂടി നമ്മൾ ഇതിനെ ഒരു ടച്ച് സൗണ്ടോടുകൂടി ഇതിനകത്തോട്ട് ഇതിനെ അങ്ങ് കയറ്റി വെക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഇതിനൊരു റിജിഡ്ലി ഇതിനെ പിടിപ്പിച്ച് വെക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ അടുത്തത് അതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ആ ഒരു നൾഡ് നട്ട് എവിടെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിലൊക്കെ ചോദിക്കാം കേട്ടോ. നൾഡ് നട്ട് എവിടെയാണ് ഇരിക്കുന്നത്? ഹാൻഡിലാണ് ഇരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഹാൻഡിലാണ്, ഒരു പിടിക്കുന്ന ഒരു ഹാൻഡിലായിരിക്കും ഈ നൾഡ് നട്ട് ഇരിക്കുന്നത്. ആ നൾഡ് നട്ടിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ഈ ഷോർട്ട് സ്റ്റീൽ റൂളിനെ നിങ്ങൾ ആ ഹാൻഡിൽ, ആ ഒരു ടോട്ടലി ഇരിക്കുന്ന ആ ഒരു ഹോൾഡറിനകത്തോട്ട് ഇതിനെ പിടിപ്പിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഇനി നോക്കാം, 5 റൂൾ അല്ലെ, 5 റൂളുകൾ ഉണ്ടെങ്കിൽ 5 റൂളിനും ഓരോന്നിനും ഓരോ ലെങ്ത് ആണ് കേട്ടോ. 5 റൂൾ ഉണ്ടെങ്കിൽ അല്ലെ, 5 റൂളുകൾ 1 2 3 4 5 റൂൾ ഉണ്ടെങ്കിൽ 5 റൂൾ ലെങ്ത് ആർ പ്രൊവൈഡഡ്. ഓരോന്നിനും ഓരോ ലെങ്ത് ആണ്. ഓരോന്നിന്റെ ഓരോ ലെങ്ത്തുകൾ പഠിക്കാം. അപ്പൊ ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങാം. ഓരോന്നിന്റെ ഓരോ ലെങ്ത്തുകൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. ഒരെണ്ണത്തിന് 1 ഇഞ്ച് ആയിരിക്കും കേട്ടോ. ഒരെണ്ണത്തിന് 1 ഇഞ്ച്. എന്നിട്ട് എത്ര വരും? 1 ഇഞ്ച് വരും. അതുപോലെ തന്നെ അടുത്തത് വരുന്നുണ്ട് 1/2 ഇഞ്ച് അല്ലെ. 1 ഇഞ്ച് വരുന്നുണ്ട്, 1 ഇഞ്ച് വരുന്നുണ്ട്, 1/2 ഇഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത നമ്മൾ പറയുന്നത് 1/4 ഇഞ്ചിന്റെ ആയിരിക്കും അല്ലെ. 1/4 ഇഞ്ച്, 1/4 ഇഞ്ച്. അതുപോലെ തന്നെ എത്ര വരും? 3/4 ഇഞ്ച് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എത്ര വരും? 3/8 ഇഞ്ച് അവൈലബിൾ ആണ്. നോക്കിയേ, എണ്ണി നോക്കിയേ എത്ര ഉണ്ട്? 1 2 3 4 5. അപ്പൊ ഇതെന്തായാലും പഠിച്ചു വെക്കണം. എങ്ങനെയാണ് അവൈലബിൾ ആവുന്നത്? 1 ഇഞ്ചിനുണ്ട്, 1/2 ഇഞ്ചിനുണ്ട്, 1/4 ഇഞ്ചിനുണ്ട്, 3/4 ഇഞ്ചിനുണ്ട്, അതുപോലെ 3/8 ഇഞ്ചിനുണ്ട് അല്ലെ. പഠിക്കാൻ എളുപ്പമുണ്ടല്ലേ? 1 1/2 1/4 3. ഓക്കെ, ഇത് 3/4 3/8 എന്നുള്ള രീതിയിൽ പഠിക്കാം അല്ലെ. ഓക്കെ, 1 ഇഞ്ച്, 1/2 ഇഞ്ച്, 1/4 ഇഞ്ച്, 3/4 ഇഞ്ച്, 3/8 ഇഞ്ച് എന്നുള്ള രീതിയിൽ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഇത് ഷോർട്ട് സ്റ്റീൽ റൂൾ ആണ്. ഇത് അവൈലബിൾ ആവുന്ന ഒരു സൈസ് ആണ് ഇപ്പൊ പഠിച്ചത് കേട്ടോ. അവൈലബിൾ ആവുന്ന സൈസ് ആണ് പഠിക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ ടൈപ്പ് അല്ലെ, മൂന്നാമത്തെ കൈൻഡ് പഠിക്കുന്നത് എന്തായിരിക്കും? നമുക്ക് ഷോർട്ട് അല്ലെങ്കിൽ അടുത്ത് പറയുന്നത് സ്റ്റീൽ റൂൾ വിത്ത് ടേപ്പേർഡ് ഉണ്ട്. സ്റ്റീൽ റൂൾ ഉണ്ട്. സ്റ്റീൽ റൂളിന്റെ അറ്റത്ത് ഒരു ചെറിയൊരു ടേപ്പറും കാര്യങ്ങളുള്ള സാധനമായിരിക്കും നമ്മുടെ സ്റ്റീൽ റൂൾ വിത്ത് ടേപ്പേർഡ് ഉണ്ട്. ദ റൂൾ ഈസ് എ ഫേവറേറ്റ് with all mechanics since it is tapered and permits the measuring of inside size of small holes. അതായത് ചെറിയ ഹോളുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത്, കുഞ്ഞു ഹോളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൈഡ് ടേപ്പർ ആയതുകൊണ്ട്, ഇതാണ് ആ ഫിഗർ കേട്ടോ. ടേപ്പർ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെ, കുഞ്ഞു ടേപ്പർ. അതായത് ഒരു ഗ്രാജുവൽ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ദ ഡയമീറ്റർ ഓഫ് ഒരു വർക്ക് പീസ് എന്നറിയപ്പെടുന്ന സംഗതി ആയിരിക്കും നമ്മളെ ടേപ്പർ എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റീൽ റൂളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഒരു ഗ്രാജുവൽ ഇൻക്രീസ് അല്ലെ, ഒരു സൈഡിൽ നിന്നും ഡയമീറ്റർ ഇതായിട്ട് വന്നു, ഡയമീറ്റർ ഒരു പരിധി വരുത്തുന്നതിലേക്ക് ഡയമീറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? കൂടി വന്നല്ലേ. ഒരു ചെറിയൊരു ടേപ്പർ പോലെ അടിച്ചു വന്നിരിക്കുന്ന ടൈപ്പ് ഓഫ് സ്റ്റീൽ റൂളിനെ പറഞ്ഞായിരിക്കും സ്റ്റീൽ റൂൾ വിത്ത് ടേപ്പേർഡ് ഉണ്ട്. അപ്പൊ അങ്ങനെ ടേപ്പർ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കുഞ്ഞ് ഡയമീറ്റർ ഉള്ള ഹോളുകൾ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് നമുക്ക് ഈ ഒരു സ്റ്റീൽ റൂളിനെ വെച്ചിട്ട് നമുക്ക് മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, മെഷറിങ് ചെയ്യാൻ വേണ്ടി പറ്റും. നോക്കാം, അപ്പൊ എന്തിനാ ഉപയോഗിക്കുന്നത്? ഇൻസൈഡ് സൈസ് ഓഫ് സ്മോൾ ഹോൾസ്, കുഞ്ഞു ഹോളിനകത്തുള്ള സൈസിനെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. നാരോ സ്ലോട്ടുകൾ, കുഞ്ഞു സ്ലോട്ടുകളെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ഗ്രൂവുകളെ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. റിസസുകളെ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ ഇതിന്റെ ആ ഒരു ഇത് എന്നറിയപ്പെടുന്നത്, അതായത് ഇതിന് പഠിക്കേണ്ട കീവേഡ് എന്നറിയപ്പെടുന്നത്, ഇതെങ്ങനെയാ പഠിച്ചു വയ്ക്കുക? ഇതെന്നറിയപ്പെടുന്നത് ഓൾ മെക്കാനിക്സ് സെൻസ് ദ ടേപ്പേർഡ് എൻഡ് ഉപയോഗിച്ചിട്ടായിരിക്കും മെഷർമെന്റും കാര്യങ്ങളും എടുക്കുക. അങ്ങനെ ആയിരിക്കും പരീക്ഷയ്ക്ക് വയ്ക്കുക. ടേപ്പേർഡ് എൻഡ് ഉപയോഗിച്ചിട്ട് മെഷർമെന്റ് എടുക്കുന്ന
എടുക്കുന്നുണ്ട്. ആരുടെ മെഷർമെന്റ് ആയിരിക്കും? കുഞ്ഞു ഹോളുകൾ, നാരോ സ്ലോട്ടുകൾ, ഗ്രൂവുകൾ, റിസസുകൾ, ഇതിന്റെയൊക്കെ മെഷർമെന്റ് എടുക്കുന്നതായിരിക്കും സ്റ്റീൽ റൂൾ വിത്ത് ടേപ്പേർഡ് എൻഡ്. ദ റൂൾ ഹാസ് ടേപ്പർ ഫ്രം. അപ്പം നോക്കി ഇദ്ദേഹത്തിന്റെ ടേപ്പർ നമ്മൾ പഠിക്കണം അല്ലെ. ടേപ്പർ ജസ്റ്റ് ഒന്ന് പഠിക്കുക. ഒരു സൈഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1/2 ഇഞ്ച് വിട്ടും, ഇനി മറ്റേ സൈഡ് എടുക്കുകയാണെങ്കിൽ 1/8 ഇഞ്ച് വിട്ടുമാണ് പറയുന്നത്. അപ്പൊ അതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഊഹം പോലെ ഒന്ന് പഠിച്ചു വെക്കുക. ഒരു സൈഡിൽ എടുക്കുകയാണെങ്കിൽ 1/2 ഇഞ്ച് വിട്ടും, മറ്റേ സൈഡ് എടുക്കുകയാണെങ്കിൽ 1/8 ഇഞ്ച് വിട്ടും കാണും. നേരെ തിരിച്ചാണ് വരുന്നത്. 1/2 ഇഞ്ചും 1/8 ഇഞ്ചും ആണ്. 1/8 ഇഞ്ച് ഒരു സൈഡിലും വരും, മറ്റേ സൈഡിൽ എത്രയായിരിക്കും? 1/2 ഇഞ്ചും വരും. ഇത് എത്ര ഇഞ്ചിലായിരിക്കും പറയുന്നത്? 2 ഇഞ്ച് എന്നുള്ള ഒരു ലെങ്ത്തിലായിരിക്കും പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇങ്ങനെയാണ് ആ ഒരു റൂള്, അല്ലെങ്കിൽ അങ്ങനെയാണ് ആ ഒരു ഇത് വരുന്നതെന്നുള്ള സംഭവം. ആ ഒരു സ്റ്റീൽ റൂൾ കാണുന്നത് അങ്ങനെയാണ് വരുന്നതെന്ന് പഠിച്ചു വെക്കുക. സ്റ്റീൽ റൂൾ വിത്ത് ടേപ്പേർഡ് എൻഡിലെ ഒരു സൈഡിന്റെ എടുക്കുന്നതാണെങ്കിൽ അദ്ദേഹത്തിന്റെ വിഡ്ത് പറയുന്നത് 1/2 ഇഞ്ച്, മറ്റേ സൈഡ് എടുക്കുകയാണെങ്കിൽ 1/8 ഇഞ്ചും ആയിരിക്കും. ഇനി അത് എത്ര ലെങ്ത്തിലായിരിക്കും പറയുന്നത്? 2 ഇഞ്ച് ലെങ്ത്തിലായിരിക്കും. 2 ഇഞ്ച് ഗ്രാജുവേഷൻസ് ഉദ്ദേശിക്കുന്നത് 2 ഇഞ്ച് ലെങ്ത്തിലായിരിക്കും ആ ഒരു കളികൾ അല്ലെ അതിനെ കുറിച്ച് പറയുന്നത്. ഫോർ മെയിൻറ്റെയിനിങ് ദ ആക്യുറസി ഓഫ് സ്റ്റീൽ റൂൾ. ഇനി സ്റ്റീൽ റൂളുകൾ എന്താണെന്നുള്ള സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. സ്റ്റീൽ റൂളിന്റെ ആക്യുറസിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു സീ ദാറ്റ് ഇറ്റ്സ് എഡ്ജ് ആൻഡ് സർഫസ് ആർ പ്രൊട്ടക്ടഡ് ഫ്രം ഡാമേജ് ആൻഡ് റസ്റ്റ്. അപ്പൊ നമ്മൾ ഓരോ സമയവും സ്റ്റീൽ റൂൾ എടുക്കുന്ന സമയത്ത് നോക്കുക അതിന്റെ ആ ഒരു അറ്റങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടാണോ ഇരിക്കുന്നത്, അതായത് സീറോ മാർക്ക് ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പുതിയൊരു സ്റ്റീൽ റൂൾ എടുക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മെഷീൻ ഷോപ്പിൽ നിന്ന് വേറെ ഒരെണ്ണം എടുത്തിട്ട് വേണം മെഷർമെന്റ് എടുക്കാൻ. കാരണം സീറോ പോയി കഴിഞ്ഞാൽ വേറെ നമുക്ക് മെഷർമെന്റ് കിട്ടുന്ന വ്യത്യാസമായിരിക്കത്തില്ലേ. അതുപോലെ ഡു നോട്ട് പ്ലേസ് എ സ്റ്റീൽ റൂൾ വിത്ത് അതർ കട്ടിംഗ് ടൂൾസ് അല്ലെ. മറ്റ് കട്ടിംഗ് ടൂൾസിന്റെ കൂടെ ഒരു കാരണവശാലും സ്റ്റീൽ റൂളിനെ വെക്കരുത്. ഇനി അപ്ലൈ എ തിൻ ലെയർ ഓഫ് ഓയിൽ വെൻ നോട്ട് ഇൻ യൂസ്. നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അല്ലെ, നമുക്ക് ആ ഒരു ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒരു തിൻ ലെയർ ഓഫ് ഓയിൽ വെൻ നോട്ട് ഇൻ യൂസ് അല്ലെ. ഉപയോഗിക്കാതിരിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒരു ഓയിൽ ഇതിനകത്ത് അപ്ലൈ ചെയ്തതിനു ശേഷം മാത്രം എന്ത് ചെയ്യിപ്പിക്കുക? നമുക്ക് ഏതെങ്കിലും ഒരു ബോക്സിനകത്ത് സ്റ്റീൽ റൂൾ വെക്കാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ സെക്ഷൻ ഒക്കെ കാണും. അപ്പൊ അതിനകത്തോട്ട് നമ്മൾ കൊണ്ടുവന്ന് വെക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം നമുക്ക് പ്രീവിയസ് ഇയറിൽ എന്തൊക്കെയാണ് സ്റ്റീൽ റൂളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്നത് നോക്കാം. കുറച്ച് ക്വസ്റ്റിനേ ഉള്ളൂ, നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 4 എന്നുള്ളത് അതിലെ ക്വസ്റ്റ്യൻ്റെ, അതായത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന അങ്ങനെ സ്ക്രീൻഷോട്ട് ഇട്ട് ചെയ്യാൻ, അതുകൊണ്ടാണ് 4 വന്നത്. ഇതൊന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ലിസ്റ്റ് കൊണ്ട് ഓഫ് സ്റ്റീൽ റൂൾ പറഞ്ഞേ. പെട്ടെന്ന് നിൽക്കാം. പെട്ടെന്ന് പറയാം, ആൻസർ പറയാം. ലിസ്റ്റ് കൊണ്ട് ഓഫ് സ്റ്റീൽ റൂൾ. 0.5 അല്ലെ, 0.5. അല്ലെങ്കിൽ 1/64 ഇഞ്ച് അല്ലെ, 1/64 ഇഞ്ച്. ആരാ? എന്നെയാ? ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലേ? ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കാണാമോ? തുറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് കയറ, കുഴപ്പമില്ല. ഓക്കെ, പോയിട്ടോ. ആന്നോ? ആരുടേത്? ഓക്കെ, മുഹമ്മദ് അജ്മൽ ലെഫ്റ്റ്. അവിടെ നോക്ക്, എസ് ഐ യൂണിറ്റ് ഓഫ് ലെങ്ത് അല്ലെ. ലെങ്തുമായിട്ട് ബന്ധപ്പെട്ട് എസ് ഐ യൂണിറ്റ് ഓഫ് ലെങ്ത് എന്തായിരുന്നു? എസ് ഐ യൂണിറ്റ് ഓഫ് ലെങ്ത് എന്താണ്? സിമ്പിൾ ആയിട്ട് അറിയാം അല്ലെ. മില്ലിമീറ്റർ, ഫീറ്റ്, മീറ്റർ, യാർഡ്. ഏതായിരുന്നു? മീറ്റർ അല്ലെ, വേറെ ഒന്നുമില്ല അതിനകത്ത് അല്ലെ, മീറ്റർ. അതേസമയം നമുക്ക് എസ് യൂണിറ്റ് അല്ല ചോദിക്കുന്നത്, ഫോർ എൻ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് അല്ലെ. എഞ്ചിനീയറിംഗ് പ്രാക്ടീസിൽ ഉപയോഗിക്കുന്ന ലെങ്ത്തിന്റെ മെഷർമെന്റ് എന്തെന്ന് ചോദിച്ചാൽ ഏതെഴുതും? മില്ലിമീറ്റർ എഴുതും അല്ലെ, മില്ലിമീറ്റർ എഴുതും. അതേസമയം നമുക്ക് പറയാൻ ബ്രിട്ടീഷ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏതാ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഏതെഴുതും? ഫീറ്റ് ഉണ്ട്, യാർഡ് ഉണ്ട്. ഏതെഴുതും? ഫീറ്റ് എഴുതുമോ, യാർഡ് എഴുതുമോ? ബ്രിട്ടീഷ് സിസ്റ്റം പ്രകാരം ഏതാ എഴുതുന്നത്? കേട്ടില്ല. യാർഡ് കേട്ടോ, യാർഡ്. ഇമ്പീരിയൽ സ്റ്റാൻഡേർഡ് യാർഡ് എന്നാണ് പഠിച്ചത്. അപ്പൊ യാർഡ് എഴുതുക, ഇമ്പീരിയൽ യാർഡ്. ഓക്കെ, അത് നമുക്ക് സ്റ്റീൽ റൂൾ അറിഞ്ഞിട്ട്. കേട്ടില്ല. ഫൂട്ട് പൗണ്ട് അതെ, ഫൂട്ട് പൗണ്ട്. അതാണ് ബ്രിട്ടീഷ്. അത് ഫൂട്ട് പൗണ്ട് സെക്കൻഡ് എന്നുള്ള രീതിയിൽ അത് ബ്രിട്ടീഷ് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ അതില്
നമ്മൾ ഇത് പറയുന്നത് ഇമ്പീരിയൽ സ്റ്റാൻഡേർഡ് യാർഡ് വെച്ചിട്ട് ഒറ്റയടിക്ക് യാർഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. അത് ടെക്സ്റ്റിൽ അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പഠിക്കും. നമ്മൾ ഫീറ്റ് എന്നായിരിക്കും പഠിച്ചത് അല്ലെ, കുഞ്ഞു ക്ലാസ്സിൽ അങ്ങനെ ആയിരിക്കും പഠിച്ചത്. ഇത് പ്രകാരം ലെങ്ത്തിന്റെ മെഷർമെന്റ് ഫീറ്റ് എന്നുള്ള രീതിയിലായിരിക്കും പഠിച്ചു വെച്ചത്. പക്ഷെ ടെക്സ്റ്റിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നത് യാർഡ് എന്നുള്ള രീതിയിലായിരിക്കും. അങ്ങനെ അറ്റം യാർഡ് വെച്ചിട്ടായിരിക്കും മെഷർ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇതിലായിട്ട് കണ്ടിട്ടില്ല ക്വസ്റ്റ്യൻ. നമുക്ക് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതുക. നമ്മൾ ടെക്സ്റ്റിൽ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നോക്കുന്നതായിരിക്കും നല്ലത്. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റീൽ റൂൾ ആർ മെയ്ഡ് ഫ്രം. എന്തുകൊണ്ടാണ് സ്റ്റീൽ റൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്? സ്പ്രിംഗ് സ്റ്റീൽ, ഹൈ സ്പീഡ് സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ, മൈൽഡ് സ്റ്റീൽ. ഏതായിരുന്നു സാധനം? സ്പ്രിംഗ് സ്റ്റീൽ അല്ലെ. സ്പ്രിംഗ് സ്റ്റീൽ അല്ലെങ്കിൽ വേറെ എന്താ ഉപയോഗിക്കുന്നത്? SS ഉപയോഗിക്കുക അല്ലെ. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചാലും കറക്റ്റ് ചെയ്യണം. സ്പ്രിംഗ് സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കാം. ഓക്കെ, വാട്ട് ഈസ് ആക്യുറസി ഓഫ് സ്റ്റീൽ റൂൾ ഇൻ ബ്രിട്ടീഷ് സിസ്റ്റം? ബ്രിട്ടീഷ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്യുറസി 64 ഇഞ്ച്, വേറെ ഒന്നുമില്ല. ഓക്കെ, ഒരു മൈക്രോൺ ഇസിക്കൽ ടു, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മൈക്രോൺ എത്രയാണ്? ഒരു മൈക്രോൺ ഇസിക്കൽ ടു ഡാഷ് mm. എത്ര mmകൾ ചേരുമ്പോഴായിരിക്കും ഒരു മൈക്രോൺ വരുന്നത്? ഏതാ ABC? ഏതായിരുന്നു? അല്ലെ 0.001 mm അല്ലെ 0.001 mm. നേരെ തിരിച്ചു വയ്ക്കുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല, 1000 മൈക്രോണുകൾ ചേരുമ്പോഴായിരിക്കും ഒരു mm വരുന്നത് കേട്ടോ. 1000 മൈക്രോണുകൾ ചേരുമ്പോൾ ഒരു mm വരും. നേരെ തിരിച്ചാണെങ്കിൽ അങ്ങനെ വരും കേട്ടോ. 1000 മൈക്രോണുകൾ ചേരുമ്പോഴായിരിക്കും ഒരു mm വരുന്നത്. ഓക്കെ ഓക്കെ, നമ്മളെ ഇഷ്ട ക്വസ്റ്റ്യൻ. Which among the following steel rule is used to measure the depth of a keyway and smaller diameter holes where the ordinary steel rule cannot reach? ഏതായിരുന്നു ആൻസർ? ഷോർട്ട് സ്റ്റീൽ റൂൾ, നാരോ സ്റ്റീൽ റൂൾ, ഹൂക്ക് റൂൾ, പ്ലെയിൻ സ്റ്റീൽ റൂൾ. ഏതാ ഉപയോഗിക്കുന്നത്? ഡെപ്ത് ഓഫ് കീവേയും സ്മോളർ ഡയമീറ്റർ ഹോൾ വേർ ദ ഓർഡിനറി സ്റ്റീൽ റൂൾ കനോട്ട് റീച്ച്. 159/24. നാരോ ആണ് കേട്ടോ, നാരോ. നമ്മൾ തെറ്റിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഒരു കാരണവശാലും തെറ്റിക്കുന്നത്. ഇത് നമ്മൾ തെറ്റിച്ച ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ മറക്കത്തില്ല. ഷോർട്ട് ആയിരുന്നു നമ്മൾ അത് അടിച്ചത്. ഹാർഡ് ടു റീച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതുകൊണ്ട് ഷോർട്ട് അടിച്ചളഞ്ഞു. അതെ, പ്രശ്നം പറ്റിയതായിരുന്നു. ഡെപ്ത് ഓഫ് കീവേയും സ്മോളർ ഡയമീറ്റർ നോക്കിയോ കേട്ടോ. സ്മോളർ ഡയമീറ്റർ, ഡെപ്ത് ഓഫ് കീവേ. അവിടെയും ഡെപ്ത് ഓഫ് കീവേ ഉണ്ട്, പക്ഷെ സ്മോളർ ഡയമീറ്റർ എന്നുള്ള സാധനം ഇല്ല. ബ്ലൈൻഡ് ഹോൾ, അതെ, അതെല്ലാം അത് ഞാരോക്കല്ലേ പറഞ്ഞത്. ബ്ലൈൻഡ് ഹോൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാരോ ആണ് പറഞ്ഞത് അല്ലെ, ഞാരോ ആണ്. അത് മെഷീൻ ടൂളും അങ്ങനെയുള്ള കാര്യങ്ങൾ. അതെ, മെഷീൻ ടൂളും കാര്യങ്ങളും. ഓക്കെ, അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സാധനം എത്രേ ഉള്ളൂ. നമ്മളൊരു അരമണിക്കൂർ എടുക്കുക എന്നുള്ള എയിമിലാണ് ഓടി നടന്നത്. 31 മിനിറ്റ് എടുത്തു. ഓക്കെ, സെറ്റല്ലേ, കുഴപ്പമില്ലല്ലോ. നമുക്ക് ഇങ്ങനെ പോയാൽ മതി കേട്ടോ. ആഴ്ച ഒരിക്കൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇതാക്കുക. ഷോർട്ട് എടുക്കാം. പറ്റുമോ? The five small rule are extremely useful for measuring confined or hard to reach location, which prevent the use of ordinary steel rule. Okay, it is suitable for measuring groove, short to shoulder, recess, keyway. അതാണ് സംഭവം കേട്ടോ. അതിനകത്ത് അതുമല്ല, ഡൈമീറ്ററിന്റെ കേസ് ഒന്നും പറയുന്നില്ല. ഡെപ്ത് ഓഫ് സ്മോളർ ഡൈമീറ്റർ എന്നുള്ള രീതിയിൽ പറയുന്നില്ലല്ലോ ഇതിനകത്ത്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ അത് വരാത്തത്. ഇല്ലെങ്കിൽ നമ്മൾ ഇത് ചേഞ്ച് കൊടുത്തേനെ. നമുക്ക് ഈ ചേഞ്ച് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റിയേനെ. പക്ഷെ സ്മോൾ ഡയമീറ്റർ പറഞ്ഞത് കൊണ്ട് നാരോ ആയിരിക്കും കറക്റ്റ് ആവരുത്. അങ്ങനെ ഓർത്താലും മതി, കുഴപ്പമില്ല. അല്ല, ഗ്രൂവ്, ഷോർട്ട് ഷോൾഡർ, റിസസ്, കീവേ എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ മെഷർ ചെയ്യുക എന്നുള്ള സംഗതി ഇതിനകത്ത് പറയുന്നില്ല പ്രത്യേകിച്ച്. മനസ്സിലായില്ലേ? ആയിരത്തി പറയുന്നില്ല. ഒന്നും പറയുന്നില്ല. അതെ, ഷോർട്ട് ഷോൾഡർ എന്നുള്ള രീതിയിൽ മാത്രം പറയുന്നുണ്ട്. അത് നമുക്ക് വേറെ വകുപ്പില്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കുന്നേ ഉള്ളൂ. മറ്റേനകത്താണെങ്കിൽ സെപ്പറേറ്റ് പറയുന്നുണ്ട്. ഡെപ്ത് ഓഫ് സ്മോളർ ഡയമീറ്റർ എന്നും ബ്ലൈൻഡ് ഹോൾ എന്നും കീവേ എന്നും ഡെപ്ത് ഓഫ് കീവേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് പ്രത്യേകിച്ച്. അപ്പം നമ്മളെ തൽക്കാലത്തേക്ക് വിടാം. ഗുഡ് നൈറ്റ്. താങ്ക് യു.